കൊറിയൻ കൾച്ചറിന്റെ പുറകെയുള്ള ഒരു ന്യൂ ജനറേഷന്റെ പോക്ക്. ആരെ പോലെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എന്താ കല്യാണം കഴിക്കണം, എനിക്കൊരു കൊറിയക്കാരനെ പോലത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി. BTS എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ്? കൊറിയൻ പ്രോഡക്ട്സ് പലതും US പോലുള്ള രാജ്യങ്ങളിൽ ബാൻഡാണ്. കൊറിയൻ പ്രൊഡക്റ്റുകളുടെ ഒക്കെ ഒറിജിനൽ പ്രൈസ് വെച്ചിട്ട് നമ്മളിപ്പോ അതിനു വേണ്ടി മാത്രമുള്ള അപ്ലിക്കേഷനിൽ ചിലപ്പോ 50% ഓഫ് ഉണ്ടാവും. അതാണ് സാധാരണക്കാര് മേടിക്കുന്നത്. ടോവിനോടെ നായിക ഉണ്ടല്ലോ തീവണ്ടിയിലെ, സംയുക്ത സംയുക്തയും പിന്നെ സമന്തയും ഒരേപോലെ. ശരിയാ. മേക്കപ്പ് വേറെ, സ്കിൻ കെയർ വേറെ. അത് കൊറിയൻ തോന്നുന്നതായിരിക്കും. അറിയില്ല തോന്നുന്നു. വെൽക്കം ടു വട്ടമേശ. മെഹറു. യെസ്. അയ്യോ, ഇവിടെ ഒരാളിരിക്കുന്നല്ലോ. എല്ലാവർക്കും നമ്മളിന്ന് എന്തിനെ കുറിച്ചാ പറയാൻ പോണേ? കൊറിയ 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 എന്നും കൊറിയമയാണ്. കൊറിയൻ സീരീസ്, അതേപോലെ വേറെ എന്തുള്ള കൊറിയൻ മേക്കപ്പ്, കൊറിയൻ മേക്ക് ഓവർ, രണ്ടൊന്നാണല്ലേ. കൊറിയൻ മേക്കപ്പ്, കൊറിയൻ സ്കിൻ കെയർ, കൊറിയൻ സീരീസ്, അതാണ് പിന്നെ കൊറിയൻ സോങ്സ്. BTS അത് കൊറിയനല്ലേ? ശരിക്കും ഇപ്പോ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊറിയൻ കൾച്ചറിന്റെ പുറകെയുള്ള ഒരു ന്യൂ ജനറേഷന്റെ പോക്ക്. ശരിക്കും നമ്മുടെ കൾച്ചർ എന്താണെന്ന് പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയമില്ലേ? കൊറിയന്റെ ആ ഒരു സ്കിൻ കെയർ ഭയങ്കര യൂസ്ഫുൾ ആയതുകൊണ്ടാണോ? യൂസ്ഫുൾ ആയ ആരെങ്കിലും ഉണ്ടോ? ഇപ്പോ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാരിലേക്ക് ഇത്രയും അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. സ്നെയിൽ മ്യൂസിയം ഇത് കണ്ടില്ലേ? ഇതേപോലെ നമ്മുടെ സ്കിൻ ഒട്ടുന്നൊക്കെ പറഞ്ഞ സ്നെയിൽ മ്യൂസിയം എടുത്തത് കണ്ടോ? അതെ അതെ. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, കൊറിയയിലെ അവസ്ഥയല്ല, ക്ലൈമറ്റ് അല്ല ഇതിപ്പോ ഉണ്ടല്ലോ ഇവിടുത്തെ. ശരിയാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ സ്കിൻ കെയറിന്റെ കാര്യം അതല്ല, ഇപ്പൊ നമ്മൾക്ക് ഇതിന് വരാൻ പോണ കമന്റ് ഇപ്പളേ ഞാൻ പറയാം, 1 കിലോ പുട്ടിയിട്ടിട്ടാണ് വന്നിരിക്കുന്നതൊക്കെ പറയും. പക്ഷെ മേക്കപ്പ് വേറെ, സ്കിൻ കെയർ വേറെ. ചെയ്തിട്ടുണ്ടോ കൊറിയൻ? ഇല്ല. ഞാൻ നമ്മള് ഗൂഗിളിൽ അടിക്കില്ലേ, ഗൂഗിളിൽ അടിക്കുമ്പോ പറഞ്ഞ മറ്റേ റൈസ് വാട്ടറും അലോവേറയും. പക്ഷെ എന്താന്ന് വെച്ചാല് നമ്മളുടെ ഇപ്പോ ഭൂപ്രകൃതി എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം ട്രോപ്പിക്കൽ ഏരിയ ആണ്, ചൂട് കൂടിയ സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്തോറും നമ്മളുടെ ആ ഒരു സെക്ടേഴ്സിന് വ്യത്യാസമുണ്ട്. അതനുസരിച്ച് സ്കിൻ ടെക്സ്ചറും വ്യത്യാസമുണ്ട്, ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളുടെ സ്കിൻ ടൈപ്പ് എന്താണോ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ ഈ സ്കിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ആദ്യം. ശരിക്കും അത് മനസ്സിലാക്കുന്നില്ല, കാരണം ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ഇതിലുണ്ട്. ശരിക്കും ഇതിൻ്റെ പേരിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ശരിക്കും അതൊന്നും പുറത്തോട്ട് വരുന്നില്ല. ഇപ്പം എനിക്ക് തോന്നുന്നു 14, 13, 15 വയസ്സുള്ള കുട്ടികളാണ് മെയിനായിട്ടും ഇപ്പൊ കൊറിയൻ സീരീസ് ആയാലും ഫാഷൻ ആയാലും സ്കിൻ കെയർ ആയാലും അഡിക്റ്റഡ്. അതെ അതെ. ഇപ്പോ ഈ അടുത്തൊരു സർവേ എടുക്കണ്ട എങ്ങനത്തെ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ കൊറിയക്കാരനെ കല്യാണം കഴിക്കണം എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ വീട്ടിലുണ്ടായിരുന്നു അങ്ങനത്തെ ഒരാള്. ആരെ പോലെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ എന്താ കല്യാണം കഴിക്കണം, എനിക്കൊരു കൊറിയക്കാരനെ പോലത്തെ ഒരാളെ കല്യാണം കഴിച്ചാൽ മതി എന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എങ്ങനത്തെ ഒരാളെയാണ് സങ്കല്പമുള്ള ഒരാളെന്ന് പറഞ്ഞപ്പോ അവൻ എനിക്കൊരു ഫോട്ടോ കാണിച്ചു നോക്കുമ്പോ ഒരു കൊറിയക്കാരൻ. അതെ അതെ. അതേപോലെ തന്നെ കുറെ കുട്ടികൾ ഉപയോഗിക്കുന്ന ഡ്രസ് ഐറ്റംസ്, ക്ലിപ്പുകള്, ഇതെല്ലാം കൊറിയൻ ഐറ്റംസ് ആണ്. അവര് അത് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഇപ്പം സ്കിൻ കെയർ, ഇപ്പൊ അഡൾട്ട് ആണ്, ആ ഫുഡുണ്ട്. ഇപ്പൊ അഡൾട്ടുകളൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇന്ന ആള് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലതാണ്, ഓക്കെ എന്നാ കൊറിയൻ പ്രൊഡക്റ്റ്. ഗ്ലാസ് സ്കിൻ, നമുക്ക് ഗ്ലാസ് സ്കിൻ അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? നമ്മുടെ കുരുക്കളും ആ മുഖം എന്ന് പറയുന്നത് ഈ നേച്ചറുമായിട്ട് നമ്മൾ ഇണങ്ങി ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഹോർമോണുകളിൽ നിന്ന് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ ഈ കാണുന്നേ. ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ ഈ സാധനം, കൊറിയൻ ഗ്ലാസ് സ്കിന്നിന്റെ പ്രൊഡക്റ്റ്. നോക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നോക്കിയില്ല എന്ന് പറഞ്ഞാൽ കള്ളമായി പോകും. സ്നെയിൽ മ്യൂസിയം അവർ കാണിക്കുന്ന രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരത് ഫേസിലിടുന്നു, ഹായ് നോക്കൂ പിങ്കിഷ് ആവുന്നു, ഇത് കണ്ടില്ല, ഇങ്ങനെ കാണിക്കും. സ്നെയിൽ മ്യൂസിയം ഇത് കണ്ടില്ല, ഇതുപോലെ ഭയങ്കര ഹൈഡ്രേറ്റഡ് ആവുന്നു, ഇത് ഞാൻ 2 ബോട്ടിൽ വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ റേറ്റ് നോക്കിയില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമാവും. അന്വേഷിച്ചിട്ടുണ്ട്, കാരണം അതുകൊണ്ടിട്ടാണല്ലോ ഇവരുടെ പേര് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നോക്കിയില്ല എന്ന് പറഞ്ഞ കള്ളമാണ്. നോക്കിയിട്ടുണ്ട്, ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി.
പിന്നെ നമ്മൾ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ മാറ്റി വെക്കുക, ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക, ആവശ്യമില്ല എന്ന് മനസ്സിലാവുമ്പോൾ ജസ്റ്റ്. പക്ഷെ ഇത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോ പ്രശസ്തമായിട്ടുള്ള ഒരു തമിഴ് ചാനൽ ഒരു ടോക്ക് ഷോ ഉണ്ട് ഗോപിനാഥിന്റെ, കാണാറില്ലേ? അതിലൊരു സെപ്പറേറ്റ് എപ്പിസോഡ് തന്നെ ഈ കൊറിയൻ കൾച്ചറിനെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു സെപ്പറേറ്റ് സെക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തതുമായിട്ടുള്ള ഇത്. അപ്പൊ അതിൽ കൊറിയന്ന് വരെ കല്യാണം കഴിച്ച കപ്പിൾസ് വരെ വന്നിരിക്കുന്നുണ്ട്. അത് ശരിക്കും കല്യാണം കഴിക്കാനും കഴിക്കാതിരിക്കാനും എന്താന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അത് ഹ്യൂമൻസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ആളെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഏത് ഭാഷ തല്ലുപിടിക്കും? ഭാഷ അല്ല, ഭാഷ ഇപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ കൊറിയൻ ഭാഷ പഠിപ്പിക്കാനായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഇതുപോലെ ട്യൂഷൻ പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ശരിക്കും ഈ ഒരു കൊറിയൻ കൾച്ചർ എപ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലോട്ട് കൂടുതലായിട്ട് വന്നത്? കോവിഡിന്റെ ടൈമിൽ ആർക്കും എവിടെയും പോകാൻ ആക്സസ് ഇല്ലല്ലോ. അപ്പൊ വീട്ടിൽ തന്നെ കുട്ടികളാവുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ മൊബൈൽ കിട്ടി തുടങ്ങിയത് ആ ഒരു ടൈമിലാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 5-6 മണിക്കൂർ ഈ ക്ലാസ്സസ് കഴിഞ്ഞിട്ട് കുട്ടികൾ പിന്നെ ഫ്രീ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവര് സീരീസ് കണ്ടു തുടങ്ങി. കൊറിയൻ സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അതല്ല, ഈ ഒരു സീരീസ് എൻഡ് ചെയ്യണ സമയത്ത് ഇവര് ഒരു ക്യൂരിയോസിറ്റി വിടും. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാലോ അത് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരിക്കും. അടുത്തത് എന്ത് സംഭവിക്കും എന്നുള്ളൊരു സാധനം. ഈ ഒരു ടെക്നിക്ക് അവർക്ക് അത് മനസ്സിലാക്കിയപ്പോ ഇവർ കൂടുതൽ ഇന്ത്യൻ ഓഡിയൻസിന്റെ ആ ഒരു മൂല്യം മനസ്സിലാക്കിയപ്പോ കൂടുതൽ കോണ്ടന്റ്സ് ഇതിന്, അതായത് സീരീസിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഷ തർജ്ജിമ ചെയ്യുന്നത് ഫിലിംസ് ഇറക്കുന്ന കുറച്ച് കമ്പനി പ്രൊഡക്ഷൻ ഹൗസസ് ഉണ്ടല്ലോ, അവർക്കും ഇതൊരു ബിസിനസ് ആയിട്ട് മനസ്സിലായി. ഡിസ്നി, നമ്മളെ പ്രശസ്തമായിട്ടുള്ള ഓൺലൈൻ മീഡിയ, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, അങ്ങനെ ഒരുപാട് ഇതിൽ കൊറിയൻ ഡ്രാമാസ് ആണ് കൂടുതലും കുട്ടികൾ കാണുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ അനിയത്തി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവള് രാത്രി ഉറങ്ങാറില്ല. ഞാൻ ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തത്? എനിക്ക് സീരീസ് കണ്ട് തീർക്കണം. അവൾ ഉറങ്ങുന്നത് വെളുപ്പിന് 4 മണിക്കാണ്. ഒന്ന് ആലോചിക്കുക, പ്രഗ്നന്റ് ആണ് അവള് സീരീസ് മൊത്തം കാണും, ഇരുന്ന് കണ്ടു തീർത്തിട്ട് അഡിക്റ്റഡ് ആയിരുന്നു. അപ്പൊ പ്രഗ്നന്റ്, ഇപ്പൊ ഡെലിവറി കഴിഞ്ഞു, ഇപ്പൊ ജോലിക്ക് പോകുന്നു, ഇപ്പൊ അതിനുള്ള സമയമില്ല. പക്ഷെ അത്രയും അഡിക്ഷൻ ആണ് കൊടുക്കുന്നത്. അതെ അതെ, ശരിയാണ്. അപ്പോ ഇതിൽ കാണിക്കുന്ന പ്രണയം ആയിക്കോട്ടെ, ഒരു ഇമാജിനറി വേൾഡ് ആയിക്കോട്ടെ, അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഇതുപോലത്തെ ഒരു ലവ് എനിക്ക് കിട്ടും, ഇതേപോലത്തെ ഫാന്റസി കിട്ടും, ഫാന്റസി വേൾഡിലാണ്. അപ്പൊ ഞാൻ പറയും ഫാന്റസി ആണ്, ഇതൊന്നും ശരിക്കും നടക്കാൻ പോകുന്നില്ല. കൊറിയൻ ഡ്രാമ എന്നാ പറയുന്നത്, ഡ്രാമയാണെന്ന് ആദ്യം മനസ്സിലാക്കുന്നില്ല. കണ്ടു ഒരുപോലെ ഇരിക്കുന്നു തോന്നുന്നു എനിക്ക് മാത്രം. ഇല്ല, എനിക്കും തോന്നാറുണ്ട്. പേര് ഒരേപോലെ ഇരിക്കില്ല, എല്ലാത്തിലും നായകന്റെ പേരൊന്നായിരിക്കും. അറിയില്ല, പക്ഷെ ബാക്കി ഇപ്പൊ ഇത് ഇന്ന ഇതിലൊരു പാട്ടുകാരനാണ്, ഓക്കെ, ഇയാളെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം. തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ആള് ഇയാളെ തന്നെ വെക്കും. ഇയാളെ അറിയോ? ഇതിപ്പോ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഇയറിലാവും. ഒരാളെ പറഞ്ഞിട്ട് BTS എന്ന് കേട്ടിട്ടുണ്ട്. ഇത് ആരൊക്കെയാണ്, പാട്ടുകാരാണെന്ന് അറിയാം, എന്താണ് പാടുന്നത്, ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് ആണെന്ന് ഇതുവരെ ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. അപ്പൊ രേഷ്മക്ക് കിട്ടിയ അതേ കമന്റ് ഞാനും പ്രതീക്ഷിക്കുന്നു. ഈ യുഗത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത് എന്നുള്ള സംഭവം. അടുത്ത കമന്റ് എന്താണ്? തള്ളേ, ഇതിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്കില്ല, നിങ്ങളത് പോയി പഠിച്ചിട്ട് വരൂ. അതെ, കൊറിയയില് പ്രതീക്ഷിക്കല്ലേ ചീത്ത? മേ ബി കൊറിയയില് വരായിരിക്കാം, കാരണം കുറെ കുട്ടികൾ കൊറിയൻ ഭാഷ അറിയാം. ഒരുപാട് സിമ്പിൾസ് ഉണ്ട്, അതേപോലെ ചില വാക്കുകൾ കൊറിയൻ തോന്നുന്നതായിരിക്കും, അറിയില്ല തോന്നുന്നു. അപ്പം കൊറിയൻ പിടിക്കുമ്പോ ഒരു മതിരിയായി പോയിരിക്കും. ഇങ്ങനല്ലേ, അങ്ങനെ എന്താ ഹാർട്ടല്ലേ, പർപ്പിൾ കളർ, പർപ്പിൾ ഹാർട്ട് ഇടുകയാണെങ്കിൽ നമ്മള് ആർമി ആണെന്നാണ് പൊതുവെ കമന്റ് ബോക്സിലൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു BTS സോങ് അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റസ് ഇതായിട്ടുള്ളതിന്റെ താഴെ കമന്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ ആരൊക്കെയാണ് ആർമീസ്, ഡ്രോപ്പ് ഹിയർ, വയലറ്റ് ഹാർട്ട്, സോറി പർപ്പിൾ ഹാർട്ട്, ഇങ്ങനെ താഴെ ഇങ്ങനെ ഇല്ല. നിനക്കറിയോ? ഓക്കെ, ഇനി കൊറിയൻ സീരീസിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ കുട്ടികളൊക്കെ കുറെ പേരൊക്കെ പറയും ഇത് നോക്ക് കണ്ട ഇങ്ങനെയൊക്കെ കാണിക്കും. അപ്പൊ എനിക്കത് കണക്റ്റഡ് ആവാൻ നോക്കി. ഇന്നത്തെ ജനറേഷൻ മേ ബി കൊറേ ആയിട്ട് അഡിക്റ്റഡ് ആയിരിക്കും. അപ്പൊ ഞാൻ എന്റെ പ്രായത്തിലേക്ക് ചിന്തിക്കും,
അതായത് ഈ അഡോളസെന്റ് പീരീഡിലുള്ള കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ എന്റെ പ്രായത്തിൽ ഞാൻ എന്താ ചെയ്തിരുന്നു നോക്കുമ്പോ ഞാനും അഡിക്റ്റഡ് ആ. പക്ഷെ കൊറിയൻ ഡ്രാമയിൽ അല്ല, ഹിന്ദി സീരിയൽസ് അർണവ് ഖുഷി, അതായത് സ്കൂളിൽ നിന്ന് +1 +2 എന്തോണം അത് റിലീസ് ആണ് 2011-2018. എനിക്ക് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മുംതാസ്, അവൾ ഇതിന് അഡിക്റ്റഡ് ആയിരുന്നു. ദിവസം ഈ സാധനം കണ്ടിട്ട് വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. കുമാരി ഗുപ്ത ഇപ്പോഴും ആ സീരിയൽ കാണും യൂട്യൂബില്. ഞാനും കാണും. ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്, ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പൊ അതിന്റെ റീമേക്ക് ഒക്കെ ഏഷ്യനെറ്റിൽ ഏതോ ജന്മകൽപ്പനയിലൊക്കെ വന്ന് പറയും. അപ്പൊ ഞാൻ അധികം അഡിക്റ്റഡ് ആവാതെ നോക്കും. ഓക്കെ, ഫാന്റസി ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു പ്രായം അതാണല്ലോ. അതെ, എനിക്കുണ്ടായിരുന്നു നാഗന്യോ, അത് ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അധികം അഡിക്ഷൻ ആയില്ല. എന്റെ അഡിക്ഷൻ ഇതായിരുന്നു, ഇസ്പ്യാർക്കോ ക്യാനാംദോ. അപ്പൊ അവരുടെ പ്രണയം, ആ കലിപ്പനും കാന്താരിയും ആയിരുന്നല്ലോ അതില്. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ടെക്സ്ചർ ഓഫ് സംഭവം തന്നെയാണ് തോന്നുന്നത് കൊറിയൻ ഡ്രാമയിലും കാണിക്കുന്നത്. ഒരു കലിപ്പും കാന്താരിയും ഉണ്ട്. പിന്നെയും ഭയങ്കര ഇപ്പൊ എല്ലാവരും ഇൻഫ്ലുവൻസർ അതേപോലത്തെ ഡ്രസ് ഇട്ട് നടക്കണം, അതേപോലെ ക്യൂട്ടായിട്ടുള്ള ആക്സസറീസ് തലയിൽ വെക്കണം. ഒരു സ്റ്റോർ തന്നെ ഇല്ലേ ഇപ്പൊ ഒരുപാട് മോളുകളുടെ അകത്തൊക്കെ ആയിട്ട് ഈ കൊറിയൻ ഇതിന്റെ സ്റ്റോറുകളും അവൈലബിൾ ആണ്. ശരിക്കും ഈ സ്കിൻ കെയറിന്റെ കാര്യം വന്നപ്പോൾ, ഈ സ്കിൻ പ്രൊഡക്റ്റിന്റെ കാര്യം വന്നപ്പോഴാണ് കൊറിയൻ പ്രോഡക്ട്സ് പലതും US പോലുള്ള രാജ്യങ്ങളിൽ ബാൻഡാണ്. കാരണം എന്ന് വെച്ചാല് അവരുടെ ഒരു ഡെർമറ്റോളജി ടെസ്റ്റില് പല പ്രോഡക്ട്സും ഫെയിലാണ്. അതോ യൂസ് ചെയ്യാൻ പറ്റാത്ത സംഭവങ്ങളാണ് അവർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. പലതും ബാൻഡാണ്. അതറിയാതെയാണ് പലരും അത് വാങ്ങി. നമ്മുടെ ഇന്ത്യയിൽ കുറേയൊന്നും ബാൻഡ് അല്ല, നമ്മളത് വാങ്ങി യൂസ് ചെയ്യുന്നത്. ശരിക്കും അങ്ങനെ യൂസ് ചെയ്യുന്നതിലൂടെ ചിലപ്പോൾ ഇൻസ്റ്റന്റ് റിസൾട്ട് കിട്ടാം. മേ ബി അത് യൂസ് ചെയ്യുന്ന കാലം മുതൽ ആ ഒരു കാലം വരെ ആ ഒരു റിസൾട്ട് ഉണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് എന്ന് വരുന്നത് നമ്മൾ തന്നെ അനുഭവിക്കും. ചിലപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും എന്തെങ്കിലും റിസൾട്ട് അല്ല നെഗറ്റീവ്സ് വരുന്നത്. അതെ അതെ. ഇപ്പോ എനിക്ക് എല്ലാ ഇൻഫ്ലുവൻസേഴ്സിനോടും ചിലപ്പോൾ പെയ്ഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ ജെനുവിൻ ആയിട്ട് പറയുന്നുണ്ടാവും. പക്ഷെ ഈ നമ്മളെപ്പോലത്തുള്ള കോമൺ മാൻസ് ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കുന്ന ഒരു, നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയും പറയുന്നത് പോലും വിശ്വസിക്കാതെ ഈ ഇൻഫ്ലുവൻസേഴ്സിനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനസമൂഹമുണ്ട് നമുക്ക്. മാത്രമല്ല ഇത് അവര് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ട്. എന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി സുന്ദരി മോളാണ്, ഡാർക്ക് സ്കിൻഡ് ആണ്. പക്ഷെ അവള് കോൺഫിഡന്റ് അല്ല. അവളുടെ സ്കിൻ ടോണില് ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. ഒരു ദിവസം ക്ലാസ്സിൽ കയറി വരുമ്പോൾ ആ കുട്ടിയുടെ സ്കിൻ നിറച്ച് പിമ്പിൾസ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചില്ല എന്തിനാ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പോകുന്ന ലാസ്റ്റ് ഡേ ഞാൻ അവളോട് സംസാരിച്ചു, എന്താ നിന്റെ സ്കിന്നിന് പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവൾക്കും എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടിട്ട് കംഫർട്ടായിട്ട് അവൾ പറഞ്ഞു, ഞാൻ ഇന്നൊരു സാധനം ഉപയോഗിച്ചു, അത് പിന്നെ എനിക്ക് പണി കിട്ടി. ഞാൻ പറഞ്ഞ എവിടെ നിന്ന് കിട്ടി ഈ പ്രൊഡക്റ്റ്? ഇന്നൊരാളുടെ ഇൻഫ്ലുവൻസ് അതായത് യൂട്യൂബിലെ കണ്ടിട്ട് വന്നതാണെന്ന്. അപ്പൊ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്? അവർ പറഞ്ഞതെല്ലാം ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മേലാൽ ഇനി ഉപയോഗിച്ചു പോകരുത്, നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയി കാണണം. അപ്പോൾ ഇത് കേട്ടിപ്പോ കണ്ടോണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇതിനോട് ചിലപ്പോൾ യോജിപ്പുണ്ടാവും. ശരിക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് ചോദിച്ചാൽ, നമുക്ക് സ്കിൻ കെയർ ഒക്കെ വേണം, അത്യാവശ്യമാണ്. അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പിന് എന്താണോ വേണ്ടത്, അപ്പോൾ അതനുസരിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ കറന്റ്ലി ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെന്റ്. എല്ലാവരും എനിക്ക് തോന്നുന്നു വെള്ളത്തില് ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റ് IV ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ ആവശ്യമുണ്ടോന്ന് വെച്ചാൽ അത് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാർ നല്ല വൈറ്റ് സ്കിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ബേസിക്കലി യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ആൾക്കാർ അത്രയും ബ്രൈറ്റ് സ്കിൻ ആയിട്ടുള്ള അതെന്തോ ആ ട്രീറ്റ്മെന്റ് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം, അതുപോലെ തന്നെ കറക്റ്റ് ചെയ്യുന്ന സ്ഥലം അത് സർട്ടിഫൈഡ് ആണോ എന്നൊരു കാര്യം ചെയ്യും. ഇന്ന് നമ്മള് ഇപ്പോ
യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്മൾ ആശ്രയിക്കുന്നു. നമ്മള് ചെറുപ്പത്തിൽ യൂട്യൂബ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് ഞാനൊക്കെ ചെയ്തിരുന്ന ബുക്ക് വായിക്കും, മറ്റേ സൗന്ദര്യവർദ്ധക പുസ്തകം വായിക്കും. എന്നിട്ട് കറുത്ത പാടുകൾ മാറാൻ ഇന്ന വഴികൾ, പാൽപ്പാട ഇന്ന വഴികൾ, വെളുക്കാൻ വനിതയിലൊക്കെ വനിതാ മാഗസിന്റെ ഒക്കെ ബാക്കിൽ ഇതുണ്ടാവും. സോ അതൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. നാൽപ്പാമരെണ്ണ തേച്ചിട്ടുണ്ട്, മഞ്ഞൾ തേച്ചിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ലാന്നോ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ലാന്നോ എല്ലാം പറയുന്നത്. പക്ഷേ എന്താണ് ബെസ്റ്റ് എന്ന് ആരും കണ്ടത് മൊത്തം അവര് തേച്ചു, അവര് വെളുത്തു, അവരുടെ മുഖക്കുരു മാറി, അവരുടെ കറുത്തപാട് മാറി, നിങ്ങൾ ഇട്ടിരിക്കുന്ന ഫൗണ്ടേഷൻ ആര് ഇത് ചെയ്തിട്ടുള്ളതാണ്, ഫൗണ്ടേഷൻ സർട്ടിഫൈഡ് ആണോ, ലിപ്സ്റ്റിക് സർട്ടിഫൈഡ് ആണോ എന്നൊക്കെ കമന്റ് വരും. പക്ഷെ നമ്മളൊക്കെ അഡിക്ഷൻ ഇല്ല, ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാം. നമുക്കിതില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്താണ്. അതായത് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതിന് യാതൊരു അഡിക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മൾ കോൺഫിഡന്റ് ആണ്. ഇത്തിരി കൂടി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം, സെൽഫ് കോൺഫിഡൻസ് ചെയ്യണം, ലവ് യുവർ സെൽഫ്. ആ ഒരു സെൽഫ് ബൂസ്റ്റിൽ സെൽഫ് ലവിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നു എന്നല്ലാതെ അതിലൊരു അഡിക്ഷൻ എവിടെ പോകുമ്പോഴും ചെയ്യണം, മേക്കപ്പ് ചെയ്യണം എന്നുള്ളൊരു അഡിക്ഷൻ ഇല്ല എന്നുള്ളതാണ്. കൊറിയൻ പ്രൊഡക്റ്റുകളുടെ ഒക്കെ ഒറിജിനൽ പ്രൈസ് വെച്ചിട്ട് നമ്മളിപ്പോ അതിന് വേണ്ടി മാത്രമുള്ള അപ്ലിക്കേഷനിൽ ചിലപ്പോ 50% ഓഫ് ഉണ്ടാവും. അതാണ് സാധാരണക്കാർ മേടിക്കുന്നത്. അത് ശരിക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല. അത് പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോ പല ഓൺലൈൻ മീഡിയാസ് ഉണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്ന പല പ്രൊഡക്ട്സും നമ്മൾ വാങ്ങരുത്. ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. അതുപോലെ തന്നെ ചില സെലിബ്രേഷൻ ഫെസ്റ്റിവൽ സീസൺ വരുമ്പോ പല സലൂൺസും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ഇത്ര പ്രൈസ് ഓഫറിന് നമുക്ക് ഇത്രയും സ്ട്രെയിറ്റ് ചെയ്യാം, സ്മൂത്തൻ ചെയ്യാം, ബോട്ടോക്സ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കിൻ ട്രീറ്റ്മെന്റ് വരെ ചെയ്യുന്നുണ്ട്. ഹൈഡ്രാ ഫേഷ്യൽ ഒരിടെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മേ ബി അവർ അങ്ങനെ ഇടുന്നത് അവരുടെ പ്രൊഡക്റ്റിന്റെ ഡേറ്റ് കഴിയാറായിട്ടുണ്ടാവും. സത്യമാണ്, എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പ്രൊഡക്റ്റിന്റെ ഡേറ്റ് കഴിയാറായിട്ടുണ്ടാവും, ചിലപ്പോൾ ആ പ്രൊഡക്റ്റ് തീരാറായിട്ടുണ്ടാവും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് മീൻസ് ഇത്രയും വീടും അങ്ങനെ ഒരിക്കലും വീടരുത്. ഇത്രയും എമൗണ്ടിന് നമുക്ക് ഈ സാധനം ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ലാഭം എന്താണെന്നും കൂടി നമ്മൾ ചിന്തിക്കണം. അവർക്കൊരു ലാഭമില്ലാതെ അവരിങ്ങനെ സാധനം ഓഫർ ഇല്ലല്ലോ. ഇത് പറഞ്ഞപ്പോഴും ഒരു കാര്യം എടുത്തത്, ഇപ്പൊ നമ്മളൊരു മോളിൽ പോവാണ്, ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോവാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ കണ്ണോടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ് ആണ്. ഓഫ് കോഴ്സ് കോസ്മെറ്റിക്സ് ആണ്. അതില് നമുക്ക് എന്തിനങ്ങനെയാണ് ഒന്ന് ഇട്ട് നോക്കുക, ഫേസ് വാഷ് നോക്കുക, ഓ ഇത് സ്കിൻ ക്ലിയർ ആക്കും, ടാൻ ഈ കറുത്ത പാടൊക്കെ പോകും, ഇത് മാറ്റുവോ എന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു തോന്നലാണ് സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവര് മുതലാക്കുന്നത്. നല്ല നല്ല ബുദ്ധിയുള്ള കമ്പനികൾ. രേഷ്മ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിക്കുകയാണ്, ഇത് കുറച്ച് ഒന്ന് എന്റെ സ്കിന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്, അപ്പൊ കൂടെ ഉള്ള ഒരാൾ എന്നാ നീ മേടിക്ക് ഇത് പറഞ്ഞ നമ്മളപ്പോ തന്നെ എടുക്കും. അതായത് ഒറ്റയ്ക്കാണ് പോയതെങ്കിൽ വേണ്ട വേണ്ട, ഒരാളൊന്ന് താങ്ങാനുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ എല്ലാ പ്രൊഡക്റ്റും മേടിച്ച് തന്നെ വീട്ടിൽ പോകും. പിന്നെ പറയാന്ന് വെച്ചാൽ ഈ കൊറിയൻ ഡ്രാമയിൽ മാത്രമല്ല അഡിക്റ്റ് ആവുന്നത്, ഈ ജോലിയുടെ കാര്യങ്ങളിലും ഒരു ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. കൊറിയയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ മൊത്തത്തില് ഇന്ത്യൻ കൾച്ചറെ ഇത് ബാധിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഇത് പതിയെ 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 എല്ലാരും കൊറിയൻ ആയി തുടങ്ങിയാൽ പിന്നെ ഇന്ത്യയിലെ ആൾക്കാർ എവിടെ പോകും? ഇപ്പൊ കൊറിയൻ ആയി തുടങ്ങിയാലെന്ന് പറയുമ്പോ ഒരു കാര്യം ഓർമ്മ വന്നത്, ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ആക്ട്രസസിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ സിമിലറാ അല്ലേ? സെയിം ഐ ലെങ്ത്, സെയിം ലിപ് ലെങ്ത്, ഇവിടുന്ന് സെയിം എല്ലാരും ഒരേപോലെ മെഷർമെന്റ് ഉണ്ട്. അതായത് ഒരു ഫേസിന്റെ മെഷർമെന്റ് ഈ ഐബ്രോയും സെയിം ലെങ്ത് ആയിരിക്കണം. കണ്ണിന്റെയും ഈ ചീക്കിന്റെയും ലിപ്സിനൊക്കെ ഓരോ ലെങ്ത് മീൻസ് മെഷർമെന്റ്സ് ഉണ്ട്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് പോയിട്ട് എന്താണ് പറയുന്നത് ഫില്ലേഴ്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തു വരുമ്പോ ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ ടോവിനോടെ നായിക ഉണ്ടല്ലോ തീവണ്ടിയിലെ സംയുക്തയും പിന്നെ സമന്തയും ഒരേപോലെ തോന്നാറുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എന്താ വ്യത്യാസം? അതെ, ഒരു നമുക്കൊരു ഇൻഡിവിജ്വാലിറ്റി എവിടെയോ നഷ്ടപ്പെടുന്നത് പോലെ. ഇവർ രണ്ടുപേരും മാത്രമല്ല, ഒരുപാട് ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. പിന്നെ അത് അവരുടെ ഇഷ്ടം, അവർ ചെയ്യുന്നു, അവരുടെ കയ്യിൽ പൈസയുണ്ട്, അവരെങ്ങനെ കാണുന്നു, അവർ ആഗ്രഹിക്കുന്നു, എല്ലാം അത് ശരിയാണ്. പക്ഷെ എല്ലാം അവരുടെ ഇഷ്ടമാണ്. പക്ഷെ
ആസ് എ സെലിബ്രിറ്റി അല്ലെങ്കിൽ ആസ് എ ഒരു എന്താ പറയാ ഒരുപാട് ആസ് എൻ ഇൻഡിവിജ്വൽ ഒരുപാട് ആൾക്കാർ നോക്കിക്കാണുന്ന വ്യക്തികൾ എന്നാവുമ്പോഴത്തേക്കും ഒരു എന്താ പറയാ ഇഷ്ടം തോന്നാനായിട്ട് നമ്മളത് ചെയ്യണോ? ഇപ്പൊ ഈ അടുത്ത് കണ്ടില്ലേ മറ്റേ ഹെയർ മറ്റേ ഫ്ലഷ് ഷീറ്റിംഗ്, ആ തലയോട്ടിയുടെ വരെ ഒരു ഫ്ലഷ് കണ്ടു എന്നൊക്കെ പറയുന്നത്, അതും ഇതേപോലെ കുറെ ആൾക്കാർ ചെയ്യുന്നു. ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മൾ കറക്റ്റ് സ്ഥലത്താണോ ചെല്ലുന്നത്, അതൊരു പോയിന്റ് ആണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ഥലം, അതിന്റെ എക്സ്പീരിയൻസ്, അത് കസ്റ്റമർ സർവീസ് റിപ്പോർട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കാറോ ബൈക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കൊടുത്ത് കാശ് വാങ്ങാം. നമ്മുടെ തല ശരീരമൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, എന്തോ ഇതുപോലെ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കൈ വിരലൊക്കെ നശിച്ചു പോയിട്ടൊരു ലേഡിയുടെ ഒരു സ്റ്റോറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുടെ ഒരു കുഴപ്പം, നമ്മൾ ലുക്ക് വൈസ് കോൺഫിഡന്റ് ആവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. പക്ഷേ അത് ചെയ്യുന്നത് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് വേയിലാണോ, പോകുന്ന സ്ഥലം കറക്റ്റ് ആണോ, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇതിന്റെ ഡബിൾ പണി നമുക്ക് തന്നെ തിരിച്ചു കിട്ടും.